പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും കൂടി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം പുതിയ പുലരി കൂടി കാണുവാൻ ദൈവമായ കർത്താവ് നമുക്കിടയാക്കി. കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനോട് എല്ലാ മാനവും മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് തിരിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-17 ബാക്കികൾ. 2 Kings chapter 3 verses 16 and 17. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് സുപരിചിതമായ ഒരു വേദവചനമാണ്. യഹോശഫാത്ത് രാജാവിൻ്റെ ഒരു യുദ്ധ മുഖത്തുള്ള ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ ആ എതിർ സൈന്യം അരാം പാളയം എന്ന് ഉപരോധം എന്നൊക്കെ പറയുന്നത്, ഇപ്പം നമുക്ക് ഉപരോധം എന്ന വാക്കൊക്കെ ഹോർമുസ് കടലിടുക്കൊക്കെ ഉള്ളൊരു സുപരിചിതമാണ്. അങ്ങനെ ഉപരോധിച്ചു, പുറത്തിറങ്ങാൻ പറ്റാതെ ഉപരോധിച്ചു. യുദ്ധത്തിന് പോകുന്ന ഒരു പാളയം ഇറങ്ങിയിരിക്കുന്ന അവരെ ഉപരോധിച്ചു വെച്ചിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വലിയൊരു ഭീഷണിയില്ല. കാരണം അവർക്കും അവരുടെ മൃഗങ്ങൾക്കും കുടിപ്പാൻ വെള്ളമില്ല. ഇനി ഈവൻ സൈന്യത്തിന് പോലും കുടിപ്പാൻ വെള്ളമില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത ഈ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ യഹോശഫാത്ത് രാജാവ് എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവിടെയാണ് പറഞ്ഞ പ്രവാചകൻ എടുത്ത് ചെന്നിട്ട് എലീശ പ്രവാചകൻ, അന്നത്തെ ആ പ്രവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എലിയാവിന് ശേഷമുള്ള എലീശ പ്രവാചകന്റെ കാലത്ത് എലീശ പ്രവാചകന്റെ അടുത്ത് ചെല്ലാം. എലീശ പ്രവാചകന്റെ വീട് കൊണ്ടുപോവാ. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എലീശയുടെ മേലെ വന്നിട്ട് എലീശ പ്രവചിക്കുന്ന ഒരു പ്രവചന വാക്കാണ് കേട്ടത്. അപ്പൊ അവിടെ സാഹചര്യം നോക്കിയ മരുഭൂമിയാ, വെള്ളത്തിന് യാതൊരു സാധ്യതയില്ല. ഇനി മഴ പെയ്യാനുള്ള സാധ്യത അതുമില്ല. പിന്നെ വെള്ളമില്ലാതെ ജനം നശിക്കുന്നു, മൃഗങ്ങൾ നശിക്കുന്നു. ഇതെല്ലാം ഒരു തകർച്ചയുടെ എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് ഇനി മുന്നോട്ടില്ലെന്ന് പറയുന്ന സ്ഥിതിയിൽ, ആ സ്ഥിതിക്കകത്ത് ഈ പ്രവാചകൻ എലീശ പറയുക, നിങ്ങൾ താഴ്വരയെ കുഴിവെട്ട്. ഇതൊരു വ്യത്യസ്തമായ സന്ദേശമാണ്, വ്യത്യസ്തമായ ഒരു ആലോചനയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേ. അപ്പോ ഒന്ന് സപ്പോസ് എന്നിട്ട് താഴെ ഒരു വാക്ക്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കോണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. കുഴിവെട്ടിയിരിക്കുക, കുഴിവെട്ടാൻ പറയുക. അപ്പൊ യഹോശഫാത്ത് അത് കേട്ട് കുഴിവെട്ടി. പിന്നെ അത് സംഭവിച്ചത് കാണുന്നുണ്ട്. ഇനി ഇൻ ബിറ്റ്വീൻ ലൈനകത്ത്, ആ വായനയ്ക്കകത്ത് യഹോശഫാത്ത് രാജാവിന്റെ കുഴിവെട്ട്. അങ്ങനെ പോയി കുഴിവെട്ടാനായിട്ട് താഴെ ചെന്ന് കുഴി വെട്ടിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ കുഴി വെട്ടുക. ഇങ്ങനെ കുഴി വെട്ടുമ്പോ 1, 2 ഇങ്ങനെ കുഴി വെട്ടുമ്പോ വെട്ടുന്നോന്ന് ചോദിച്ചു, ഇത് എന്തിനാ കാര്യം? കാരണം ഈ മരുഭൂമി കുഴി വെട്ടിയിട്ട് കാര്യമില്ല, മഴയില്ല, കാറ്റില്ല, പിന്നെ കുഴി വെട്ടിയിട്ട് കാര്യമില്ല. ഇതിൽ വിശ്വാസത്തിന്റെ കുഴികൾ അവിടെ വെട്ടിത്തുടങ്ങുകയാണ്. വിശ്വാസത്തിന്റെ കുഴികൾ അവിടെ വെട്ടിത്തുടങ്ങുകയാണ്. കാറ്റ് കാണത്തില്ല, മഴയില്ല, മഴമേഘങ്ങളില്ല. പക്ഷെ വെട്ടുന്നവനല്ല, പട്ടാളക്കാരെല്ലാം നിന്ന് വെട്ടുക, അവിടുത്തെ ബാല്യക്കാരെല്ലാം നിന്ന് വെട്ടുക. ചോദിച്ചു, എന്തിനാ കുഴി വെട്ടുന്നേ? അറിയില്ല, കർത്താവ് പറഞ്ഞു കുഴി വെട്ടാൻ. കുഴി വെട്ടുക, ചോദ്യമില്ല അതിനകത്ത്. ദൈവം തമ്പുരാൻ പറഞ്ഞു കുഴി വെട്ടാൻ, കുഴി വെട്ടുക. കാറ്റു കാണുകയില്ല, മഴയുമില്ല, പക്ഷേ കുഴികൾ വെട്ട്. ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ, ആ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കുഴികൾ വെട്ടി എല്ലാവരും കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നത് ഇന്നലെ പറഞ്ഞ ആ കുഴികൾ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാ കാണുന്നത്. ഇത് സാധിക്കുമോ? നിശ്ചയമായിട്ട് സാധിക്കും.
കാരണം പറഞ്ഞത് ദൈവമാണോ കുഞ്ഞെ, വിശ്വാസത്തിന്റെ കുഴികൾ നീ വെട്ടിക്കോ. പറഞ്ഞത് തമ്പുരാനാണെങ്കിൽ വിശ്വാസത്തിന്റെ കുഴികൾ കുഞ്ഞെ നീ വെട്ടിക്കോ. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി തമ്പുരാൻ ഈ കുഴികൾ നിറയ്ക്കാൻ ശക്തനാ. ദൈവം തമ്പുരാൻ ഈ കുഴികൾ നിനക്ക് വേണ്ടി നിറയ്ക്കാൻ ശക്തനാകും. തിരിച്ചറിയട്ടെ, കുഴികൾ നിറയ്ക്കാൻ ദൈവ ശക്തനാ. കാറ്റ് കാണുകയില്ല, മഴയില്ല, മഴമേഘമില്ല, പക്ഷേ കുഴികൾ നിറയ്ക്കാൻ ദൈവശക്തൻ. അത് ദൈവത്തിന്റെ വാക്തത്വ. കുഴികൾ നിറയ്ക്കാൻ ദൈവശക്തനാ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് കുഴികൾ നിറയ്ക്കാൻ ദൈവശക്തനാ. കാറ്റില്ല, മഴയില്ല, മഴമേഘങ്ങളില്ല, പക്ഷേ ഈ 17ാമത്തെ വാക്യം, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ വാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്നിടത്ത്, നിന്റെ വാക്തത്വം നടക്കുമെന്ന് ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്നിടത്ത്, ഈ പ്രവചനം നടക്കുമെന്ന് ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്നിടത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നിടത്ത്, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കുഞ്ഞെ, വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ കുഴികൾ നീ വെട്ടട്ടെ. വിശ്വാസത്തോടെ നീ ദൈവത്തോട് പറ, നിന്റെ വാക്തത്വത്തെ നോക്കി പറ, ഇത് നിറയ്ക്കാൻ, അതിനെ നിറയ്ക്കാൻ ദൈവശക്തനാ. ഹല്ലേലൂയ. ആ കുഴികൾ നിറയ്ക്കാൻ ദൈവശക്തനാ. ഈ കുഴികൾ ദൈവം നിറയ്ക്കും. ഈ താഴ്വര ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചോ. നീ, നിനക്കൊരു വാക്തത്വം ദൈവം തന്നിട്ടുണ്ടോ? നിന്നെ നോക്കി തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടോ? വാക്ക് മാറ്റി പറയുന്നവനല്ല ദൈവം. ഈ താഴ്വരയിൽ ദൈവം നിനക്കായി കുഴികൾ വെട്ടും. നിനക്കായി തമ്പുരാൻ കുഴികൾ വെട്ടും. വിശ്വസിക്കട്ടെ കുഞ്ഞൻ, നിനക്കായി തമ്പുരാൻ കുഴികളെ വെട്ടും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം വിശ്വസ്തനാണ്. കുഴികൾ വെട്ടാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയില്ല, പക്ഷെ താഴ്വരയിൽ കുഴികൾ വെട്ട് അത് നിറയ്ക്കാൻ, ആ താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കാൻ ദൈവശക്തനാകിയാൽ നന്ദി പറയുന്നു. എല്ലാ അസാധ്യതകളുടെ നടുവിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എവരിത്തിങ് ഈസ് പോസിബിൾ ത്രൂ ഗോഡ്. ദൈവത്തിന് സാധിക്കുന്നുണ്ട്. നന്ദി പറയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. ദൈവകരം കൂടിയിരിക്കും, ദൈവകൃപ കൂടിയിരിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവകരം കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമാന മോഹത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.